ഇന്ത്യയുടെ സൈനിക ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ബ്രഹ്മോസിനേക്കാൾ മികച്ചൊരു മിസൈൽ ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ടല്ലോ. അത് ചൈനയും പാകിസ്ഥാനും എല്ലാം കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് പാകിസ്ഥാൻ ബ്രഹ്മോസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞു. ഇപ്പോൾ അതിനെ തകർക്കാനുള്ള മറ്റൊരു ആയുധത്തിന് വേണ്ടി അങ്ങനെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തെണ്ടി നടക്കുകയാണ് പാകിസ്ഥാൻ. അത് ജർമ്മനിയിലേക്ക് പോകുന്നു, അമേരിക്കയിലേക്ക് പോകുന്നു. അതിനിടയ്ക്കാണ് ഇന്ത്യ പുതിയ ആയുധം ഇറക്കിയിരിക്കുന്നത്, പുതിയ മിസൈൽ ഇറക്കിയിരിക്കുന്നത്. ഈ ശ്രീജിത്ത്, ഇപ്പോഴത്തെ യുദ്ധങ്ങളെന്ന് പറഞ്ഞാൽ അത് ടെക്നോളജിയുടെ വാറാണ്. ടെക്നോളജി, സാങ്കേതികവിദ്യ. അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ ജനറേഷൻ സാങ്കേതികവിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതാണ് ചൈനയ്ക്കും തുർക്കിക്കും പാകിസ്ഥാനും പറ്റിയ അബദ്ധം. അതാണ് ഇന്ത്യയുടെ കട്ടിംഗ് ദി എഡ്ജ് ടെക്നോളജി അവർ മനസ്സിലാക്കിയിരുന്നില്ല. ബ്രഹ്മോസ് ഇത്രയല്ലേ ഉള്ളൂ. നമ്മുടെ കമാൻഡ് സിസ്റ്റം, അത് ഡിഫൻസ് കമാൻഡ് സിസ്റ്റം അത് തകർക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവർ. അവയ്ക്ക് തകർക്കാൻ പറ്റിയതെന്ന് മാത്രമല്ല, അതിശക്തമായ പ്രഹരങ്ങൾ പാകിസ്ഥാനിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞു. തുർക്കിയുടെ ആയുധങ്ങളെയും ചൈനയുടെ ആയുധങ്ങളെയും വെല്ലുന്ന കട്ടിംഗ് ദ എഡ്ജ് ടെക്നോളജിയിൽ കൂടിയാണ് അവർ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജിയിൽ കൂടി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളായിരുന്നു ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പാഞ്ഞു എന്നത്. അതുകൊണ്ടാണ് അത് തടുക്കാനോ റഡാറിൻ്റെ കണ്ണുകളിൽ പെടാനോ ഒന്നും സാധ്യമല്ലാതെ പോയതും. ഈ കനത്ത പ്രഹരത്തിന് ശേഷമാണ് അതിൻ്റെ ആഘാതം പാകിസ്ഥാൻ പോലും തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് എൻ്റെ വസ്തുത. അപ്പോൾ ഈ ടെക്നോളജിയുടെ അപ്ഡേറ്റിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റം, ഇന്ത്യയുടെ ഡിഫൻസ് വിഭാഗം, പ്രതിരോധ വകുപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ രഹസ്യം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അവർ പല ചാര സുന്ദരിമാരിൽ കൂടിയും ചാരപ്രവർത്തികളിൽ കൂടിയും കടന്ന് എടുക്കാൻ ശ്രമിച്ച ഇതെല്ലാം തകർന്നു തരിപ്പണമായതിൻ്റെ ഫലമായിട്ടാണ് നമുക്കവിടെ ഏകപക്ഷീയമായിട്ടുള്ള വിജയം തന്നെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ ആ ടെക്നോളജി ഇവർ മനസ്സിലാക്കി കഴിഞ്ഞു. ബ്രഹ്മോസിൻ്റെ ശക്തി എന്താണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള അതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അതിനേക്കാൾ കൂടുതൽ വലിയ ശക്തമായിട്ടുള്ളത് നമ്മുടെ മഹാഭാരത യുദ്ധത്തിലെ അസ്ത്രങ്ങൾ പോലെയാണ്. ഒരസ്ത്രത്തിനെ മറ്റൊരസ്ത്രം കൊണ്ട് നേരിട്ടാൽ അതിനേക്കാൾ ശക്തമായിട്ടുള്ള പാശുപതാസ്ത്രമോ അല്ലെങ്കിൽ വരുണാസ്ത്രമോ അങ്ങനെയുള്ള അസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ മോഡലിലേക്ക് വരികയാണ്. അവസാനം ബ്രഹ്മാസ്ത്രം അങ്ങനെ വന്നിട്ട് പോവുകയാണല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. എന്ന് പറയുന്ന പോലെ മിസൈൽ ടെക്നോളജി വീണ്ടും അപ്ഗ്രേഡ് ചെയ്യണം. അതിപ്പോൾ ഇന്ത്യ വിജയകരമായിട്ടോ ഏതാനും ദിവസങ്ങൾക്കകം നിർവഹിക്കും. ഈ പുതിയതെന്ന് പറയുന്നത് ശബ്ദാതി വേഗം എന്ന് പറയുന്നത് സൂപ്പർ സോണിക് അതല്ല, അതിനേക്കാളും വേഗത്തിലുള്ളത്. അതുകൊണ്ട് അതിന് നമ്മൾ പറയുന്ന പേര് ഹൈപ്പർ സോണിക്. സോണിക് എന്ന് പറഞ്ഞാൽ ശബ്ദം, ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നുമാണ് അർത്ഥം. 8 ഇരട്ടിയാണ് ഇതിൻ്റെ വേഗം. ഇതിന് സഞ്ചരിക്കാവുന്ന ദൂരമെന്ന് പറയുന്നത് 1500 കിലോമീറ്ററാണ്. കാരണം പാകിസ്ഥാൻ്റെ അങ്ങേയറ്റത്ത് വരെ ഇതെത്തും. വേണമെങ്കിൽ ചൈനയുടെ അങ്ങേയറ്റത്തും എത്താൻ, ചൈനയിലെത്താൻ പര്യാപ്തമായിട്ടുള്ള ദൂരത്തിൽ സഞ്ചരിച്ച് ഡാമേജുകൾ ഉണ്ടാക്കും. തൽക്കാലം ഇപ്പോൾ നമുക്ക് ഭീഷണിയായിട്ടുള്ളത് ഈ 2 രാജ്യങ്ങളെ ഉള്ളൂ എന്നതുകൊണ്ട് അവിടെ അത് അവസാനിക്കുകയാണ്. ആ ടെക്നോളജി വന്നു കഴിഞ്ഞ് ഇത് നമ്മൾക്ക് പ്രയോഗിക്കേണ്ടി വരില്ലെന്നാണ് നമ്മുടെ വിശ്വാസം. വരാതിരിക്കട്ടെ. ചൈനയുമായിട്ട് ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഴത്തിലുള്ള ഊഷ്മളമായ ബന്ധങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത്. ദലൈലാമ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ദലൈലാമ ഇപ്പോൾ അടുത്ത ദലൈലാമയെ പിൻഗാമിയെ പ്രഖ്യാപിക്കും. ദലൈലാമയാണ് ഇനി വരുന്നത്. അതാണ് ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള. ചൈന അതിന് പകരം ഒരു വ്യാജ ദലൈലാമയെ പ്രഖ്യാപിക്കും. നമ്മുടെ രജിസ്ട്രാർ, സിൻഡിക്കേറ്റ് ഒരു രജിസ്ട്രാറെ പ്രഖ്യാപിച്ചതുപോലെ. അതിനൊന്നും ഒരു കാര്യവുമില്ല. അത് നിലനിൽക്കത്തില്ല. ലോകമെങ്ങും വിശ്വാസമാണല്ലോ ഇതിൽ പ്രധാനം. കമ്മ്യൂണിസമോ ഭരണമോ ശക്തിയോ അല്ലല്ലോ പ്രശ്നം. അതുകൊണ്ട് വിശ്വാസമായതുകൊണ്ട് എല്ലാവരും ഈ ദലൈലാമയുടെ പിൻഗാമിയെ മാത്രമേ പിന്തുടരൂ എന്നുള്ള സത്യമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുമൂലമാണല്ലോ പണ്ട് ഇന്ത്യയും ചൈനയുമായിട്ടൊരു യുദ്ധമുണ്ടായത്. കുറച്ച് കരുതലും വേണം. ആ കരുതലാണ്. ചൈനയുമായിട്ടൊരു യുദ്ധം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് പാകിസ്ഥാനുമായി നടത്തിയ യുദ്ധം പോലെ അല്ല. ചൈന എന്ന് പറഞ്ഞാൽ ഈ സംഹാരശേഷിയുള്ള ആയുധങ്ങൾ തകർക്കാൻ പറ്റുമെങ്കിലും അതിൻ്റെ സംഭരണശേഷി വളരെ കൂടുതലാണ് ചൈനയുടെ. അപ്പോൾ അവയെ എല്ലാം തകർക്കേണ്ടതായിട്ടൊരു ആവശ്യം വരും. അപ്പോൾ അവിടെ നമുക്ക് ഒരു ചെറിയ ഒരു ഒരു സന്ദിഗ്ധാവസ്ഥയുണ്ട്. അതെല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ആളപായ കൊണ്ടായാലും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് സമാധാനത്തിൽ അവരുമായിട്ട് പോവുക. അവർ ഭീകരതയൊന്നും കയറ്റി അയക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ അയച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അവരുടെ അവസാനത്തെ അവശിഷ്ടമായിട്ടുള്ള മാവോയിസം
അതിൻ്റെ വേരുകൾ അറുക്കപ്പെട്ടും കഴിയും. അതുകൊണ്ട് നമുക്ക് അത്ര വലിയ ഭീഷണിയൊന്നുമില്ല. പാകിസ്ഥാനെ അവർ സഹായിക്കുന്നുള്ള ഭീഷണി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരുമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വീണ്ടും ഇനി തലപൊക്കാൻ സാധ്യതയുണ്ട്. കാരണം മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടെ, ഇപ്പോൾ വേൾഡ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന സഹായത്തോടെ വീണ്ടും ഒരു റീകൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ട് ഭീകരവാദികളുടെ ക്യാമ്പുകൾ അവിടെ പുനർനിർമ്മിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതൊക്കെ സംഭവിച്ച് ഭീകരാക്രമണത്തിൻ്റെ രൂപത്തിൽ വന്നാൽ, അല്ലാതെ നേരിട്ട് ആക്രമിക്കാൻ പാകിസ്ഥാൻ ഒരിക്കലും ധൈര്യം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ഭീകരാക്രമണം ഇന്ത്യയിൽ വന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതിലും ശക്തമായ പ്രഹരമേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ വികസിപ്പിച്ചിരിക്കുന്നത്. ശബ്ദത്തിനേക്കാൾ 8 തവണ അതിന് വേഗമുണ്ടെന്ന് പറയുമ്പോൾ ഒരു റഡാർ സിസ്റ്റത്തിനും അതിനെ കാണാൻ കഴിയില്ല, ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ പോലും അറിയാതെ ഈ ആക്രമണം സാധിച്ചിട്ട് അതിൻ്റെ ലക്ഷ്യം നിർവഹിക്കുക തന്നെ ചെയ്യും. അതിനുശേഷം പാകിസ്ഥാനിലെ പട്ടാള മേധാവികൾ പോലും അതറിയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലുള്ള അപ്ഗ്രേഡഡ് ആയിട്ടുള്ള, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് DRDO, നമ്മുടെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആയ മികവിൻ്റെ കേന്ദ്രമായിട്ടുള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൂടാതെ നമ്മൾ സമുദ്രത്തിൽ നിന്ന് സമുദ്രത്തിലേക്ക് ആ രീതിയിൽ പായിക്കുന്ന ഒരു മിസൈൽ നേരത്തെ തന്നെ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ രാജ്യങ്ങളെ ഉദ്ദേശിച്ചല്ല, കരകളെ ഉദ്ദേശിച്ചല്ല, കടലിലെ കപ്പലുകളുണ്ടല്ലോ, അവയിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ വേണ്ടിയാണ്. സമുദ്രത്തിൽ ഇപ്പോൾ നമുക്ക് ഒരു തരം ആധിപത്യമുണ്ട് പാകിസ്ഥാനെതിരെ. പാകിസ്ഥാൻ നേവൽ രംഗത്ത് ഒരു ഫോഴ്സുമല്ല, ഒരു ശക്തിയുമല്ല നമുക്ക്. അപ്പോൾ വരാനുള്ള വാറുകൾ കൂടുതലും എയർ ടു എയർ, ഈ മിസൈലുകൾ, ഡ്രോണുകളാണ്. ഇതിലേറ്റവും പുതുതെന്ന് പറയുന്നത് മിസൈലുകളുമല്ല, ഡ്രോണുകളാണ്. കാരണം ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും ഫലപ്രദമായിട്ട് വികസിപ്പിക്കാൻ അത് കഴിയും. അത്തരം ഡ്രോണുകളുടെ പരീക്ഷണത്തിലാണ് ഇന്ത്യ. ഡ്രോണുകൾ തന്നെ ഒരു യുദ്ധം ജയിക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളതും ഏറ്റവും തൂക്കം ക്യാരി ചെയ്യാവുന്നതുമായിട്ടുള്ള, ഭാരം എടുക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഡ്രോണുകളുടെ ഒരു നിർമ്മാണ പരീക്ഷണ രംഗങ്ങളിലാണ് ഇപ്പോൾ. ഇനിവരുള്ള യുദ്ധങ്ങൾ എനിക്ക് തോന്നുന്നത് ഈ മിസൈലുകളോ പീരങ്കികളോ ഒന്നും കൊണ്ടായിരിക്കില്ല, തോക്കുകൾ കൊണ്ടോ ആയിരിക്കില്ല, ആർട്ടില്ലറി കൊണ്ടോ ആയിരിക്കില്ല, പട്ടാളക്കാരെ കൊണ്ടോ ആയിരിക്കത്തില്ല, ഡ്രോണിനെ കൊണ്ടുപോകും. അപ്പോൾ റഷ്യയുടെ ആക്രമണം യുക്രൈനെതിരെ മിസൈൽ കൊണ്ടാണെങ്കിലും യുക്രൈൻ റഷ്യയെ ആക്രമിക്കുന്നത് ഡ്രോണുകൾ കൊണ്ടാണ്. അത് നാം കണ്ടല്ലോ, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം. അതിർത്തി രാജ്യങ്ങൾ പോലുമല്ല, 2 രാജ്യങ്ങൾക്ക് അകലെയാണ് ഈ രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ യുദ്ധം സജീവമായിട്ട് അതിന് അവർക്ക് മൊസാദിൻ്റെ പിൻബലം ഉണ്ടായിരുന്നു. അവിടെ ഇറാനകത്ത് തന്നെ ഒരു ഡ്രോൺ താവളം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത്ര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ഏജൻസി ഉണ്ടെങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റൂ. അതിൻ്റെ പരിമിതിയുണ്ട്. അല്ലെങ്കിൽ ഈ യുദ്ധം ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. ഈ ഡ്രോണുകൾ നമുക്ക് വായിച്ച് പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങൾ തകർക്കാൻ നമുക്ക് കഴിയും. അതിലേക്കായിരിക്കും ഇനി അടുത്ത കട്ടിംഗ് ദ എഡ്ജ് ടെക്നോളജി നമ്മൾ വികസിപ്പിച്ചെടുക്കുക. കാരണം ചിലവ് വളരെ കുറവാണ്. ഈ പ്രതിരോധ ചെലവ് വളരെ കുറയ്ക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഈ ഡ്രോണുകൾ എന്ന് പറയുന്നത്. നമുക്കൊരു ഇത് ക്യാരി ചെയ്യാൻ നമുക്ക് വിമാനങ്ങളോ അങ്ങനെയുള്ളതൊന്നും വേണ്ട, കപ്പലുകളോ വേണ്ട. നമുക്ക് നേരെ ഒരു വാഹനത്തിൽ കൊണ്ടുപോയിട്ട് അതിർത്തിയിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ, അത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇത് ലക്ഷ്യം സാധിച്ചിട്ട് കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ പ്ലാൻ അനുസരിച്ച് ടാർഗറ്റിൽ ചെന്നുകൊണ്ട് നാശങ്ങൾ വരുത്തും. എന്തായാലും ഇനിയിപ്പോൾ DRDO ഡെവലപ്പ് ചെയ്യുന്നത് ആ തരത്തിലുള്ള ടെക്നോളജിയിലേക്കാണ്. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് നമ്മൾ.